ഞാൻ ഷാനിദ്, കണ്ണൂരാണ് എൻ്റെ സ്ഥലം. ഞാൻ നിങ്ങളോട് ജസ്റ്റ് ഒരു കഥ പറയാം. ഇതിൽ IMSന് റോൾ ഉണ്ടോ എന്ന് ചോദിച്ചാൽ IMSൽ വന്നിട്ടില്ലായിരുന്നെങ്കിൽ എനിക്ക് നിങ്ങളോട് ഈ കഥ പറയാൻ പറ്റില്ലായിരുന്നു. ഞാനിവിടെ വന്ന് 4 മാസം കഴിഞ്ഞിട്ടാണ് എൻ്റെ പേഴ്സ്പെക്റ്റീവ് തന്നെ എനിക്ക് മാറിയത്. അതിനു മുമ്പ് എൻ്റെ ഫസ്റ്റ് പ്രയോറിറ്റി എന്ന് പറഞ്ഞത് ഹോട്ടൽ വർക്കായിരുന്നു. പിന്നെ എറണാകുളത്ത് എങ്ങനെ സർവൈവ് ചെയ്യാം, അതിനുപരി ഇൻസ്റ്റിറ്റ്യൂട്ടിൽ കുറേ കാര്യങ്ങൾ എക്സ്പ്ലോർ ചെയ്യാനുണ്ട്, ഇവിടെ കുറേ കാര്യങ്ങൾ പഠിക്കാനുണ്ട്, എനിക്ക് കുറേ കാര്യങ്ങൾ എടുക്കാനുണ്ട് എന്നുള്ളതൊന്നും ഞാൻ ചിന്തിച്ചിട്ടില്ല. അപ്പോൾ അങ്ങനെ ഒരു 4ാമത്തെ മാസം ഒരു എൻഡിലോട്ടെടുത്ത ടൈമിലാണ് എനിക്ക് ഒരു ടൈഫോയിഡ് വന്ന്. പിന്നെ ഡോക്ടർ പറഞ്ഞു ഇനി ജോലിക്ക് പോകരുത്, റെസ്റ്റ് വേണം, ബോഡിക്ക് റെസ്റ്റ് കൊടുക്കണം. അങ്ങനെ ഞാൻ തിരിച്ചിവിടെ വന്നപ്പോൾ പിന്നെ ഇഷ്ടം പോലെ സമയം ബാക്കി, ക്ലാസ് കഴിഞ്ഞാൽ ഒരു കാര്യങ്ങളൊന്നുമില്ല. അങ്ങനെ എല്ലാവരുമായിട്ട് ഞാൻ കുറച്ചും കൂടി മിങ്കിളാവാൻ തുടങ്ങി. ഇൻസ്റ്റിറ്റ്യൂട്ടായിട്ടും ഫാക്കൽറ്റീസായിട്ടും സ്റ്റുഡൻസായിട്ടും എല്ലാവരുമായിട്ട് ഞാൻ കുറച്ചും കൂടി മിങ്കിളായി. അപ്പോഴാണ് എനിക്ക് കുറച്ച് കാര്യങ്ങൾ മനസ്സിലായത്. ഞാൻ ഈ 4 മാസം വെറുതെ വേസ്റ്റ് ചെയ്തു. ഇൻസ്റ്റിറ്റ്യൂട്ടിലെ എല്ലാ കാര്യങ്ങളും മാക്സിമം എനിക്ക് ഇതിലൊക്കെ പങ്കെടുക്കാൻ പറ്റുമോ എല്ലാത്തിലും ഞാൻ പങ്കെടുത്തു. കരിയർ ക്ലബിൻ്റെ ക്ലാസ് ആയിക്കോട്ടെ, ഐലീപ്പ് ആയിക്കോട്ടെ, എല്ലാത്തിലും പങ്കെടുക്കാൻ തുടങ്ങി. ഈ 4 മാസവും ഇതൊക്കെ ഇവിടെ ഉണ്ടായിരുന്നു. പക്ഷെ ഞാനിതൊന്നും കണ്ടില്ല, അറിഞ്ഞില്ല, ഞാൻ അറിയാൻ ശ്രമിച്ചില്ല. അങ്ങനെ പറയാം, അറിയാൻ ശ്രമിച്ചില്ല. IMSൽ ചേരാൻ ഉദ്ദേശിക്കുന്ന ആൾക്കാരോടും IMSൽ ഇപ്പോൾ നിലവിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന ആൾക്കാരോടാണ് ഞാൻ പറയുന്നത്, ഇതിൻ്റെ ഉള്ളിൽ നിന്ന് നിങ്ങൾക്ക് കിട്ടുന്ന കാര്യങ്ങൾ അത് മാക്സിമം നിങ്ങൾക്ക് എത്ര ഗെയിൻ ചെയ്യാൻ പറ്റുമോ അത്രയും അതിൽ നിങ്ങൾ ഇൻവോൾവ് ആവുക, അത് മാക്സിമം ഗെയിൻ ചെയ്യുക. അത് നിങ്ങൾക്ക് ലൈഫ് ലോങ്, അത് നിങ്ങൾക്ക് ലോങ് ടേം